This is naturally happening at a certain time. At that time, people want to sit up and do their spiritual processes so that they get the best benefit. So that is labeled as Brahma Muhurtam or the time of the Creator. Or you can look at it this way, it is a time when you can create yourself. You can make yourself the way you want yourself to be. വെള്ളിയങ്കിരി മലനിരകളുടെ അടിവാരത്തിൽ ഇശയിലെ എൻ്റെ ആദ്യ പ്രഭാതം. ചുറ്റുമൊഴി നടക്കുന്ന മന്ത്രധ്വനികൾക്കിടയിൽ ആരും പരസ്പരം സംസാരിക്കുന്നില്ല. എല്ലാവരും അവരവരിലേക്ക് തന്നെ നോക്കുന്ന അപൂർവമായ നിമിഷങ്ങൾ. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗുരുപൂജയ്ക്കായിരിക്കുമ്പോൾ പുറത്തെ ഇരുട്ടുമാറി വെളിച്ചം വരുന്നത് പോലെ മനസ്സിനുള്ളിലും വലിയൊരു തെളിച്ചം അനുഭവപ്പെടുന്നു. വരാനിരിക്കുന്ന ദിവസത്തെ മുഴുവൻ ഊർജവും സംഭരിക്കാൻ ഇതിലും നല്ലൊരു തുടക്കമില്ല. നമസ്കാരം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇശയിലൊന്ന് വരാൻ വേണ്ടി. പല പ്രാവശ്യം ശ്രമിച്ചാണ്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഒരു നിയോഗം പോലെ ഇഷ സംഘടിപ്പിക്കുന്ന ഒരു റിട്രീറ്റ് പ്രോഗ്രാമിൽ എനിക്കും ക്ഷണം ലഭിച്ചത്. എന്നോടൊപ്പം നിരവധി പേരുണ്ട്. എല്ലാവരും ഒരേ മനസ്സായിട്ട് ഇഷയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമമാണ്. ഇശയ്ക്ക് കാവൽ നിൽക്കുന്ന വെള്ളിയാങ്കിരി മലനിരകൾ, സദ്ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച ആത്മീയതയുടെ ഊർജ്ജമുറങ്ങിക്കിടക്കുന്ന 7 മലകൾ. മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നിർമ്മാണ രീതി പ്രകൃതിയെ നോവിക്കാതെയാണ് ഇശ ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. സൂര്യകുണ്ഡ് വെറുമൊരു കുളമല്ലിത്. രസലിംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഊർജ്ജസ്വലമായ തീർത്ഥം. ഇവിടെ മുങ്ങിക്കുളിക്കുമ്പോൾ ശരീരത്തിലെ അശുദ്ധികൾ മാത്രമല്ല, മനസ്സിൻ്റെ ഭാരവും ഒഴുകിപ്പോകും. വരാനിരിക്കുന്ന വലിയ അനുഭവങ്ങൾക്കായി ശരീരം പാകപ്പെടുന്നു. ലിംഗഭൈരവി, സ്ത്രൈണതയുടെ ഉഗ്രരൂപവും മാതൃവാത്സല്യവും ഒന്നിക്കുന്ന ഇടം. തൊട്ടടുത്ത് ധ്യാനലിംഗം. ഇവിടെ പ്രാർത്ഥനകളില്ല, ധ്യാനം മാത്രം. കണ്ണടച്ചിരുന്നാൽ മതി, നമ്മൾ അറിയാതെ തന്നെ ധ്യാനാവസ്ഥയിലേക്ക് വഴുതി വീഴും. ജാതിമതങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യനെന്ന സാധ്യതയെ തൊട്ടറിയുന്ന ഇടം. രാത്രിയാകുമ്പോൾ ആദിയോഗി ഉണരുന്നു. ലോകം മുഴുവൻ ഒഴുകിയെത്തുന്ന കാഴ്ച. ഇരുട്ടിൽ ആദിയോഗി ഒരു ദിവ്യമായ ക്യാൻവാസ് ആകുമ്പോൾ പ്രകൃതിയും സാങ്കേതിക വിദ്യയും ഒന്നിക്കുന്നു. ലേസർ ഷോയുടെ വർണ്ണപ്രപഞ്ചത്തിൽ ചരിത്രവും വിശ്വാസവും തെളിയുമ്പോൾ കണ്ടു നിൽക്കുന്നവർ അതിൽ അലിഞ്ഞു പോകുന്നു. ഈ കണ്ട കാഴ്ചകളൊക്കെ ഏതൊരു സഞ്ചാരിക്കും വന്ന് അനുഭവിക്കാവുന്നതാണ്. എന്നാൽ ഈ കണ്ട കാഴ്ചകൾക്കപ്പുറം ഇശയിൽ മറ്റൊരു ലോകമുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ഉടച്ചു വാർക്കുന്ന ചിട്ടയായ ജീവിതചര്യകളുടെ ഒരു ലോകം. ആ ആഴത്തിലുള്ള അനുഭവത്തിലേക്കാണ് ഇനി എൻ്റെ യാത്ര. ഇശയുടെ കവാടത്തിൽ ലോകമൊന്നാകുന്നു. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല മതങ്ങൾ, എല്ലാവരും ഇവിടെ ഒന്നിക്കുന്നു. കാളവണ്ടി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ മനുഷ്യന്റെ പല കാലഘട്ടങ്ങൾ ഇവിടെ സംഗമിക്കുന്നു. എനിക്ക് അനുവദിച്ച നേത്രാവതി കോട്ടേജിലേക്കാണ് ഇനിയും എൻ്റെ യാത്ര. ആധുനിക സൗകര്യങ്ങളുണ്ടെങ്കിലും മണ്ണിന്റെ നനവുള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നിർമ്മാണം. അത്യാവശ്യം സൗകര്യമുള്ള മുറിയാണ്. പക്ഷെ എനിക്കറിയാം, വിശ്രമിക്കാനോ ഉറങ്ങാനോ അല്ല ഞാനിവിടെ എത്തിയത്. എൻ്റെ യുക്തിക്കും ചിന്തകൾക്കും അപ്പുറം തുറക്കപ്പെടാൻ പോകുന്ന വലിയ അനുഭവങ്ങൾക്കായി ഞാനിവിടെ കാത്തിരിക്കുന്നു. സ്വാമി പ്രജാഗര, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. അടുത്ത നിമിഷം എന്താണെന്നറിയാത്ത യാത്ര. നഴ്സറി കുട്ടികളെപ്പോലെ സ്വാമി പറയുന്ന ഓരോ ചുവടും ഞങ്ങൾ അനുസരിച്ചു. ഇപ്പോൾ എന്ന ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കാൻ പഠിച്ച നിമിഷങ്ങൾ.
ഇഷയിലെ മറ്റൊരു പ്രധാന കാഴ്ച മരിച്ചവർക്കായി കർമ്മങ്ങൾ നടത്തുന്ന ഇടമാണ്. ശരീരം നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ അർപ്പിക്കുന്ന ശ്രദ്ധാഞ്ജലി. മരണത്തെ ഭയത്തോടെയല്ല, ബഹുമാനത്തോടെ കാണുന്ന സംസ്കാരം. ഇവിടെ ശരീരം എന്നതിനപ്പുറം ഓരോ ജന്മവും ജീവന്റെ തുടിപ്പാണ്. ഇവരാണ് ലെവനും കുശനും, ഇഷ സന്ദർശിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ. ലെവൻ അല്പം കുറുമ്പനാണ്, കുശൻ ശാന്തനും. ഇതാണ് ഭോല, ഗോശാലയിലെ കാർണവർ. പണ്ടടുക്കാൻ പറ്റാത്തത്ര ദേഷ്യക്കാരനായിരുന്നു ഇവൻ. ഒരിക്കൽ സദ്ഗുരു ഇവനോടൊപ്പം അല്പം സമയം ചെലവഴിച്ചു. അതോടെ ഭോല മാറി. മനുഷ്യന്റെ ഭാഷയ്ക്കപ്പുറം സ്നേഹത്തിന്റെ ഭാഷ ഭോല പഠിച്ചു. ഇന്ന് ഭോലയുടെ സാമീപ്യം തന്നെ ഒരു ദൈവീക അനുഭവമാണ്. ഒരുപാട് നാടൻ പശുക്കളുണ്ട് ഈ ഗോശാലയിൽ. വിശാലമായ പാടങ്ങളിൽ വിളയുന്ന പച്ചപ്പുല്ലും പ്രകൃതിദത്തമായ കാലിത്തീറ്റയും സ്വാഭാവികമായ ഇണചേരലും എല്ലാം ഇവയ്ക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നഴ്സറിയിലേക്ക്. ഇവിടെയാണ് സദ്ഗുരുവിന്റെ ഏറ്റവും വലിയ ദൗത്യങ്ങൾ ഞങ്ങൾ അടുത്തറിയുന്നത്. സേവ് സോയിൽ, കാവേരി കോളിംഗ്. മണ്ണ് വെറുമൊരു വസ്തുവല്ല, കോടിക്കണക്കിന് ജീവജാലങ്ങൾ വസിക്കുന്ന വലിയൊരു ജീവനാണെന്ന് സദ്ഗുരു ഓർമ്മിപ്പിക്കുന്നു. മണ്ണിലെ ജൈവാംശം കുറഞ്ഞു വരികയാണ്. മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആ വലിയ അപകടത്തെ തടയാനുള്ള ആഗോള മുന്നേറ്റമാണ് സേവ് സോയിൽ. ഒപ്പം വറ്റിപ്പോകുന്ന കാവേരി നദിക്ക് പുനർജന്മം നൽകാൻ നദീതടങ്ങളിൽ ലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കാവേരി കോളിംഗ്. കർഷകരെയും പ്രകൃതിയെയും ഒരേപോലെ സംരക്ഷിക്കുന്ന വലിയൊരു ജീവൻ രക്ഷാ ദൗത്യം. ഇതിന്റെ ഗൗരവം സ്വാമിജി ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ആ തിരിച്ചറിവോടെയാണ് ഞങ്ങൾ ആ മണ്ണിലേക്ക് ഇറങ്ങിയത്. ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് വിത്തുപാകുമ്പോൾ വെറുതെ മണ്ണിൽ തൊടുകയായിരുന്നില്ല ഞാൻ, എൻ്റെ ആത്മാവിനെ തൊടുകയായിരുന്നു. ധ്യാനത്തിന്റെ നിശബ്ദതയിൽ നിന്ന് സ്വാമിജി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ആരവങ്ങളുടെ ലോകത്തേക്കാണ്. അതുവരെ ഉണ്ടായിരുന്ന ഗൗരവമുള്ള മുഖമൂടികൾ അവിടെ അഴിഞ്ഞു വീണു. പ്രായവും പദവിയും മറന്ന് വെറും കുട്ടികളായി ഞങ്ങൾ മാറി. കളിയിലും ഒരു ധ്യാനമുണ്ടെന്ന് പഠിച്ച ആ നിമിഷങ്ങൾ. പിന്നീട് ഭിക്ഷാ ഹാളിലേക്ക്. ജീവിതം തന്നെ ഒരു ഭിക്ഷയാണെന്ന വലിയ തിരിച്ചറിവിലേക്ക്. ഇവിടെ ഭക്ഷണം വെറും രുചിയല്ല, പ്രാണനാണ്. കഴിക്കുന്ന അന്നമാണ് ശരീരമായി മാറുന്നതെന്ന ബോധത്തോടെ തികഞ്ഞ നിശബ്ദതയിൽ സ്വാത്വികമായ ആഹാരം സ്വീകരിക്കുമ്പോൾ വയറല്ല, മനസ്സാണ് നിറയുന്നത്. ശരീരത്തിനും മനസ്സിനും അപ്പുറമുള്ള ജീവന്റെ സ്പന്ദനം തേടിയുള്ള യാത്ര. ശ്വാസത്തിന്റെ ഗതിവേഗങ്ങളിൽ, ക്രിയകളുടെ താളത്തിൽ ഉള്ളിലെവിടെയോ തെളിയുന്ന വെളിച്ചം. നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന നിമിഷങ്ങൾ. ഒടുവിൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പുറന്തോടുകൾ പൊട്ടിച്ച് ആനന്ദത്തിന്റെ ആഘോഷം. കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ പങ്കുവെച്ച് ആടിപ്പാടി ഞങ്ങൾ സമയത്തിൽ അലിഞ്ഞു ചേർന്നു. വിടവാങ്ങുന്നതിനു മുൻപ് മഞ്ഞു വീണ ആ രാത്രിയിൽ, വിളക്ക് പകർന്ന ഇളം ചൂടിൽ സ്നേഹം ചാലിച്ച ഒരത്താഴം. ഈ പാത്രങ്ങളിൽ വിളമ്പിയത് ഭക്ഷണം മാത്രമായിരുന്നില്ല, സദ്ഗുരുവിന്റെ കരുതലും കൂടിയായിരുന്നു. തിരികെ ജീവിതത്തിന്റെ താളത്തിലേക്ക് മടങ്ങുമ്പോഴും മനസ്സ് ആ പുണ്യഭൂമിയിൽ തന്നെയായിരുന്നു. ഇഷ ഒരു യോഗ സെന്റർ മാത്രമല്ല, അത്ഭുതങ്ങളുടെ, ആനന്ദത്തിന്റെ, ദൈവികതയുടെ ഒരു പവർ ഹൗസാണ്.
തൊട്ടറിഞ്ഞവർക്ക് മാത്രം മനസ്സിലാവുന്ന സത്യം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.